ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജനുവരി 7 ഞായർ, ധനഹാകാലത്തിൻ്റെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഈ വർഷത്തെ ആദ്യത്തെ ഞായറാഴ്ചയാണ് 2024 ആണ്ടിലെ. എല്ലാവർക്കും നല്ല ഞായറാഴ്ച സ്നേഹത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 43 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ 1:43 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. ഇതിനകത്ത് കുറച്ചേറെ കാര്യങ്ങൾ ഇങ്ങനെ സിമ്പിളായിട്ട് കിടപ്പുണ്ട്. ചെറിയ ചെറിയ സെൻറ്റൻസിൽ പറയാനുള്ളതേ ഉള്ളൂ. വലിയ ദൈർഘ്യമുള്ള വ്യാഖ്യാനം സാധ്യതയുണ്ട്, പക്ഷെ നമ്മളതിന് മുതിരുന്നില്ല. ജസ്റ്റ് മെൻഷൻ ചെയ്തു പോകാം. ഈ പീലിപ്പോസും നഥാനിയേലും തമ്മിലുള്ള കണ്ടുമുട്ടലാണ്. ഈശോ പീലിപ്പോസിനെ വിളിക്കുന്നത്, പീലിപ്പോസ് ചെന്ന് നഥാനിയേലിനോട് റിപ്പോർട്ട് ചെയ്യുന്നത്, നഥാനിയേൽ കർത്താവിൻ്റെ മുമ്പിൽ വരുന്നത്, ഇനി അവരോട് രണ്ടുപേരോടുമായിട്ട് കർത്താവ് സംസാരിക്കുന്നത്. അതാണ് ഇന്നത്തെ ആ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു കണ്ടൻറ്റ് പാറ്റേൺ. ആദ്യത്തെ കാര്യം എന്നറിയാമോ? പീലിപ്പോസിനെ കണ്ടപ്പോൾ ഈശോ അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ നേരിട്ട് വിളിക്കുന്ന ഏക ശിഷ്യനാണ് പീലിപ്പോസ്. മത്തായി, മർക്കോസ്, ലൂക്കാ സുവിശേഷങ്ങളിൽ വള്ളവും വലയും വഞ്ചിയുമൊക്കെ ഉപേക്ഷിച്ച് വള്ളവും വലയും പിതാവിനെയൊക്കെ ഉപേക്ഷിച്ച് അവർ ഈശോയെ അനുഗമിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ലേവിയെ ചുങ്കസ്ഥലത്ത് നിന്ന് മത്തായിയെ വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം ഈസ് ഡിഫറൻറ്റ്. അത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ഈശോ നേരിട്ട് വിളിക്കുന്ന ഏക ശിഷ്യനാണ് പീലിപ്പോസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കട്ടെ. അപ്പോൾ അന്ത്രയോസ് എങ്ങനെയാണ് ഈശോയുടെ പിന്നാലെ വന്നതെന്നും പത്രോസ് എങ്ങനെയാണ് ഈശോയുടെ പിന്നാലെ വന്നതെന്നും കണ്ടുപിടിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം വായിച്ചിട്ട് എന്നിട്ട് കമൻറ്റ് ചെയ്തു. ശരി ഉത്തരമാണെങ്കിൽ ഫീഡ് മൈ ഷീപ്പിൻ്റെ ലൈക്കും വരും ശരി ഉത്തരങ്ങൾക്കൊക്കെ. അതുകൊണ്ടൊരു എക്സ്ട്രാ ഹോംവർക്കുകളുടെ ലെവൽ പതുക്കെ കൂട്ടാമെന്ന് വിചാരിച്ചു. ഇഷ്ടമുള്ളവർക്ക്, അങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, നിർബന്ധമൊന്നുമില്ല കേട്ടോ, ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ അറിവ് യോഹന്നാൻ്റെ സുവിശേഷം ഈശോ നേരിട്ട് വിളിച്ച ഏക ശിഷ്യനാണ് പീലിപ്പോസ്. ഇനി അടുത്തത്, ഈ പീലിപ്പോസിനൊരു പ്രത്യേകതയുണ്ട്. പീലിപ്പോസ് മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരാൻ പ്രത്യേക നാക്കുണ്ട്. അങ്ങനെയാണ് പോയി നഥാനിയേലിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. ഇനിയുമുണ്ട്. നമ്മൾ സുവിശേഷം വായിച്ചു പോകുമ്പോൾ ഗ്രീക്കുകാർ കർത്താവിനെ തേടി വന്നവരെ കൂട്ടിക്കൊണ്ട് വരുന്നത് പീലിപ്പോസാണ്. പീലിപ്പോസിന് മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ, കൊണ്ടുവരാൻ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു നാക്കിലൊക്കെ അടുപ്പിച്ച് നിർത്താൻ ഒരു കഴിവുണ്ട്. ശരിക്കും നമുക്ക് ഈ കാലത്ത് ഉണ്ടാകണം. നമ്മൾ സ്ട്രഗിൾ ചെയ്യല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പാടുപെടുകയല്ലേ. പീലിപ്പോസിൻ്റെ സഹായം മാധ്യസ്ഥ്യം തേടിക്കൂ. ആ ഒരു പ്രത്യേക സിദ്ധിയുണ്ട് പീലിപ്പോസിന്. ഇപ്പോൾ ഒരു ഇടവക വികാരി അച്ഛൻ യുവജനങ്ങളെയൊക്കെ പള്ളിയിൽ കയറ്റാൻ കഷ്ടപ്പെടുകയല്ലേ. അപ്പോൾ പീലിപ്പോസിൻ്റെ മാധ്യസ്ഥ്യം നല്ലതാണ്. മറ്റുള്ളവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ പീലിപ്പോസിന് ഒരു പ്രത്യേക നാക്കുണ്ട്. ഇനി നഥാനിയേലാണ് ബർത്തലോമിയോ എന്ന ഒരു പാരമ്പര്യമുണ്ട്. നഥാനിയേലാണ് 12 ശിഷ്യന്മാരിലൊരാളായ ബർത്തലോമിയോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നഥാനിയേലിൻ്റെ പ്രത്യേകത വിവരമുള്ള മനുഷ്യനാണ്. അതുകൊണ്ടാണ് പീലിപ്പോസ് എന്ന് വലിയ കാര്യമായിട്ട് പറയുന്നത്. മോശയുടെ നിയമങ്ങളിലും പ്രവചനങ്ങളിലും ആരെക്കുറിച്ച് എഴുതപ്പെട്ടിരുന്നോ അവനെ ഞാൻ കണ്ടു. അപ്പോൾ നഥാനിയേൽ ഉടനെ ചോദിക്കുന്നുണ്ട്, നസ്രത്തിൽ നിന്ന് നന്മയുണ്ടാകുമോ? കാരണം ഈ ഗ്രന്ഥങ്ങളൊക്കെ അറിയാവുന്ന നഥാനിയേൽ നസ്രത്തിൽ നിന്നൊരു നന്മ ഉണ്ടാകുമെന്ന് കേട്ടിട്ടില്ല. ബേത്ലഹേമിൽ നിന്നുണ്ടാകും. നസ്രത്തിൽ നിന്നുള്ളവരല്ലേ. പക്ഷേ നഥാനിയേലിന് ടെക്സ്റ്റ് അറിയാം, പക്ഷെ എന്തറിഞ്ഞുകൂടാ? റിയാലിറ്റി അറിഞ്ഞുകൂടാ. റിയാലിറ്റി എന്താ? റിയാലിറ്റി ഇപ്പോൾ നിങ്ങൾ അവൻ നസ്രത്തിൽ നിന്നുള്ളവനായിട്ട് കാണുന്നെങ്കിലും ശരിക്കും അവൻ എവിടെ നിന്നുള്ളവനാ? ശരിക്കും അവൻ ബേത്ലഹേമിൽ നിന്നുള്ളവനാണ്. പ്രവചനങ്ങളുടെ പൂർത്തീകരണം തന്നെയാണ് അവൻ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ പറ്റുമേ, ഭയങ്കര ഈ ടെക്സ്റ്റുവൽ നോളജിൽ ഉടക്കിക്കിടന്നാൽ, പുസ്തകത്തിൽ നിന്നുള്ള അറിവിൽ മാത്രം ഉടക്കിക്കിടന്നാൽ ചില നേരത്ത് യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മിസ്സായി പോകും. അത് നഥാനിയേലിന് ചെറുതായിട്ട് പറ്റുന്നുണ്ട്. എന്നിട്ട് നഥാനിയേൽ കർത്താവിന് മുമ്പിലേക്ക് വരുമ്പം സുവിശേഷത്തിൽ ഈശോയുടെ വായിൽ നിന്ന് ഒരു മനുഷ്യനെക്കുറിച്ച് പറയാവുന്നതിൽ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന്, സുവിശേഷത്തിൽ മറ്റൊരാളെക്കുറിച്ച് ഈശോ പറഞ്ഞതിൽ ഏറ്റവും നല്ല വാക്കുകളിലൊന്ന് ഇവിടെയാണ് മുഴങ്ങുന്നത്. നഥാനിയേലിനെ കുറിച്ച്, ഇതാ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ. എന്താ വാക്കിൻ്റെ പ്രത്യേകത? കർത്താവിന് പൊതുവെ ഒരു വിചാരമുണ്ട്, ഈ ഇസ്രായേൽക്കാരൊക്കെ കാപട്യമാണ്. എത്ര ആവർത്തിയാണ് കർത്താവ് അവർ ഈ വാക്ക് വിളിക്കുന്നറിയോ? കപടനാട്യക്കാരെ, പാത്രങ്ങളുടെ പുറം കഴുകുകയും അകം വൃത്തിയാക്കുകയും ചെയ്യാത്തവരെ. അപ്പം നഥാനിയേലിനെ കുറിച്ച് കർത്താവിന് ഒരു കാര്യം അറിയാം, ഇവൻ്റെ അകവും പുറവും ഒന്നാണ്. ശരിക്കും അങ്ങനെ അകവും പുറവും ഒന്നായി സൂക്ഷിക്കുന്നവരോട് കർത്താവിനുള്ള മതിപ്പിൻ്റെ സൂചനയാണ്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടായിരുന്നു നഥാനിയേലേ.
നഥാനിയേൽ ഞെട്ടുകയാണ്. നഥാനിയേലിന് ആ മൊമെൻറ്റിൽ മനസ്സിലാകുന്നുണ്ട് ഇത് കർത്താവാണ്, ഇതാണ് മിശിഹ. ചിലപ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി അറിവുകളുള്ളവരാണെങ്കിൽ നമ്മളെങ്കിലും ചിലപ്പോഴൊക്കെ ഇത്തരമൊരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് വേണം ആ സ്പാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഒത്തിരി അറിവ് തലയിലുണ്ട്, ചിലപ്പോൾ നമുക്കൊക്കെ അപകടം പറ്റും, അറിവ് ഒത്തിരി ഉണ്ട്. പക്ഷേ ഒരു എക്സ്ട്രാ ഓർഡിനറി ഡിവൈൻ എക്സ്പീരിയൻസ് കിട്ടുന്നിടം വരെ ആ അറിവ് ഇങ്ങനെ നിൽക്കും, തേങ്ങി നിൽക്കും. ഇവിടെ നഥാനിയേലിന് കിട്ടുന്നതാണ്. നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുന്നു. അത് നഥാനിയേലിന് കർത്താവിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള കാരണമായിട്ട് മാറുന്നു. അപ്പോൾ ഈശോനെ തിരുത്തുകയാണ്. അത് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുമെന്നും വേണ്ട നഥാനിയേലേ, ഇതും കഴിഞ്ഞിട്ട് ഇനി എന്തോരം കാണാനിരിക്കുന്നു, ദൈവമഹത്വം ഒത്തിരി കൺമുമ്പിൽ കാണാനിരിക്കുന്നുവെന്ന് കർത്താവ് അവരെ പറഞ്ഞൊരുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ശുശ്രൂഷ, ഈ വായനയിലൂടെ നമ്മൾ ഇങ്ങനെ കടന്ന് യാത്ര ചെയ്യുകയായിരുന്നു. ഇറ്റ് വാസ് ജെൻറ്റിൽ ജേർണി. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ മെല്ലെ യാത്ര ചെയ്യുകയായിരുന്നു. ഈ ചിന്തകളൊക്കെ പ്രാർത്ഥനയാക്കാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ, ബ്ലസ്സിൻ്റെ ഭാഗമായിട്ട്, എന്നാൽ ഇതിൻ്റെ കൃത്യം ഇതിൽ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട കാര്യമല്ല. നെസ്തോറിയോസിൻ്റെ അനാഫറ, സീറോ മലബാർ സഭയിലെ 3ാമത്തെ കൂദാശാക്രമം നെസ്തോറിയസിൻ്റെ അനാഫറയെക്കുറിച്ച് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അല്പം ദൈർഘ്യമുള്ള വീഡിയോയാണ്, എല്ലാവരും ഒന്നും കാണാൻ സാധ്യതയില്ല, പക്ഷേ അത് നല്ലതാണ്. ചിലപ്പോൾ അതിങ്ങനെ കണ്ടു തുടങ്ങുമ്പോൾ ചിലപ്പോൾ ഡ്രൈ ആയിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. ബഹുമാനപ്പെട്ട പോളി മണിയാട്ടച്ചനുമായിട്ടുള്ളൊരു സംസാരമാണ്, പക്ഷേ അത് നിങ്ങൾ കാണണം. അത് കാണണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നത്, സഭയെ സ്നേഹിക്കുന്നവർ, വിശുദ്ധ കുർബാനയെ കുറച്ചുകൂടെ ഗൗരവത്തോടെ എടുക്കുന്നവർ, അടുത്തറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒക്കെ അല്പസമയമെടുത്തിട്ട് അതൊന്ന് കാണാൻ മനസ്സ് കാണിക്കണേ. അത് നിങ്ങൾക്ക് വലിയ ഐ ഓപ്പണിംഗ് ആയിരിക്കും. നെസ്തോറിയസിൻ്റെ അനാഫ്രയുടെ ചരിത്രം പറയുന്നുണ്ട്. അതിനകത്ത് 5 പ്രണാമജപങ്ങൾ, ഗഹാന്തകളുള്ളതിൻ്റെ കാര്യം, ചില ചോദ്യങ്ങളുടെ ഉത്തരവൊക്കെ ഉണ്ട്. നെസ്തോറിയസിൻ്റെ അനാഫ്രയിൽ ഈശോ അപ്പം ഭക്ഷിച്ചു എന്നും കാസയിൽ നിന്ന് കുടിച്ചു എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരമൊക്കെ കൃത്യമായിട്ട് അച്ഛൻ പറഞ്ഞു തരുന്നുണ്ട്. വീഞ്ഞിനോട് വെള്ളം ചേർത്തു എന്ന് കൂദാശ സ്ഥാപന വിവരണ നേരത്ത് തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു സെഷനാണത്. താല്പര്യമുള്ളവർ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ താല്പര്യമുള്ളവർ, കുറച്ചുകൂടെ കുർബാനയൊക്കെ അറിയണമെന്ന് ആഗ്രഹിക്കുന്നവർ സമയമെടുത്ത് കാണണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവമായ ഈശോ മിശിഹായെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. പീലിപ്പോസിനെ പോലെ മറ്റുള്ളവരെ നിന്നിലേക്ക് ഞങ്ങൾ ആകർഷിക്കട്ടെ. നഥാനിയേലിന് നൽകിയതുപോലെ ചില എക്സ്ട്രാ ഓർഡിനറി എക്സ്പീരിയൻസ് ഞങ്ങൾക്കും നീ നൽകണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമീൻ.